കാര്യം എന്താ പ്രശ്നം നിനക്ക്? എന്താ നീ എന്തോ മറിച്ചുള്ളതെന്ന് പറഞ്ഞ എന്റെ അടിയന്തരമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്താ നീ നിനക്ക്? എടാ പേടിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കോടാ. ഞാൻ പേടിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പറ്റിയാണ്. അപ്പം റോബിനെ അറിയാൻ പറ്റാത്ത ആരുമില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ബിഗ് ബോസിൽ അതുപോലൊരു ഓളം ഉണ്ടാക്കിയൊരു വ്യക്തിയാണ് ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞത്. കാര്യം ഭയങ്കര ഒരു ഗെയിമറായിരുന്നു അതിനകത്ത്. പക്ഷെങ്കിൽ പാതിക്ക് വെച്ച് നിസ്സാര കാര്യത്തിനാണ് പുറത്ത് പോകേണ്ടി വന്നത്. അപ്പം അതുപോലൊരു ഓളം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ രഞ്ജിത്ത് സാറും കൂടെ ഉള്ളൂ. ഇവർ രണ്ടുപേരാണ് അതുപോലെ രണ്ടുപേരാണ് ഒരു ഓളം തന്നിട്ടുള്ളത്. അപ്പം ബിഗ് ബോസിൽ അതിന് ശേഷം അതിന് മുന്നേയും അതിന് ശേഷം ഇവർ രണ്ടുപേരും വന്നതിന് ശേഷം അതിന് മുന്നേ അതിന് ശേഷവും അത്രയ്ക്കൊരോളം ആർക്കും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഓഡിയൻസിൽ അത്രയ്ക്കൊരോളം കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അപ്പം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുള്ളൊരു ഫോട്ടോയാണ് റോബിൻ എടുത്തത്. ആ ഫോട്ടോ എടുത്തതിനാണ് ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടായിരിക്കുന്നത്, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഫോട്ടോ ഇതിൻ്റെ സൈഡിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ആ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഒന്നിട്ടു. അതിൻ്റെ പുറകെ തെറിവിളിയുടെ ബഹളമായിരുന്നു കേട്ടോ. പച്ചയ്ക്കായിരുന്നു വിളിക്കുന്നത്. അത് ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇത് ഭയങ്കര തെറിവിളി എന്ന് പറഞ്ഞാൽ തീട്ട വാന്നും നീ ചാണകം വാന്നും എന്നതൊക്കെയാണോ പറയുന്നതെന്നറിയാമോ? നീ ഭയങ്കരമായിട്ട് മോശമായിട്ട് പറഞ്ഞ് സത്യം പറഞ്ഞുണ്ടല്ലോ. ഇപ്പോഴത്തെ തലമുറയിലൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന് പറയാം. ഇപ്പോൾ പഴയ തലമുറ തന്നെയായിരുന്നു ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പണ്ടത്തെ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ലത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഭയങ്കര മനുഷ്യർക്ക് എന്നെ തോന്നിയ ദിവസം വേണമെങ്കിലും പറയാമെന്നുള്ളൊരു ഇതാണ്, ലൈസൻസാണ് കിട്ടിയിരിക്കുന്നത്. ഒത്തിരി മോശം, അതുപോലെ അൺഫോളോ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ്. അതിലൂടെയാണ് നമുക്ക് ഇഷ്ടം തോന്നി തുടങ്ങിയത്. ആ ഒരു ഇഷ്ടം വെച്ച് നമ്മൾ രാഷ്ട്രീയമോ അദ്ദേഹത്തിൻ്റെ മതമോ ഒന്നും നോക്കിയല്ല അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത്. നമ്മൾ ആ ഒരു വ്യക്തിയെയാണ് ഇഷ്ടപ്പെട്ടത്. ഞാനങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അദ്ദേഹം ഏത് രാഷ്ട്രീയക്കാരനാണെന്നോ ഏത് മതക്കാരനാണെന്നോ എന്നൊന്നും നോക്കിയില്ല. അയാളുടെ ഒരു വ്യക്തിത്വമാണ് എനിക്കിഷ്ടമായത്. അതാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. അതുപോലെയാണ് പലരും ഇഷ്ടപ്പെട്ടേക്കുന്നത്. പക്ഷേ ഇത് ഇച്ചിരി ഓവറായി പോയി ഇങ്ങനെയുള്ള ഈ വർത്തമാനങ്ങളും കാര്യങ്ങളും എന്നൊക്കെ ഉള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം. എന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഏത് മതത്തിൽ ജീവിക്കുക എന്നുള്ളതും ആരെ ഇഷ്ടപ്പെടുക എന്നുള്ളതും ഏത് രാഷ്ട്രീയമാണെന്നുള്ളതും അതുപോലെ തന്നെ സിനിമാ ഫീൽഡിലാണെങ്കിൽ പോലും ഏത് നടനെ ഇഷ്ടപ്പെടുക എന്നുള്ളതൊക്കെ ഒരു വ്യക്തിയുടേതായ ഒരു ഇതാണ്. അത് ഒരു വീട്ടിൽ തന്നെ പല അഭിപ്രായങ്ങളുള്ളവരുണ്ടാകും ഇല്ലേ, പല രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാകും. ഒരു വീട്ടിൽ തന്നെ കോൺഗ്രസ് ഉണ്ടായിരിക്കും, BJP ഉണ്ടായിരിക്കും, LDF ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. അതൊക്കെ ഓരോ മനുഷ്യരുടെ ഉള്ളിലേക്ക് അവർക്ക് കിട്ടുന്ന ഓരോ ഇഷ്ടങ്ങളാണ്. ആ പാർട്ടിയോട് വരുന്ന ഇതാണ്. അത് വേറൊരാൾ പറഞ്ഞു മാറ്റാനോ അല്ലെങ്കിൽ വേറൊരാൾക്ക് അത് കൈയെടുത്താനോ യാതൊരു അവകാശവുമില്ല. നമുക്ക് റോബിൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറുമായിട്ടുള്ള ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം മുന്നേ. ക്യാപ്ഷൻ വന്നിട്ട് സാറിന്റെ പേര് എഴുതിയിട്ട് ഒരു ഹാർട്ട് മാത്രമാണ് ഇട്ടിരുന്നത്. ഓക്കെ, സോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്റെ കമന്റ് സെക്ഷനും എന്റെ ഡയറക്ട് മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് ഹേറ്റ്, കംപ്ലീറ്റ് നെഗറ്റിവിറ്റി. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളി, പച്ചത്തെറി. ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു. നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാനങ്ങ് പേടിച്ചു. ഞാൻ കൊച്ചു കുട്ടിയാണല്ലോ പേടിക്കാൻ വേണ്ടി. ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോ ഇഷ്ടങ്ങളുണ്ടായിരിക്കും അല്ലേ? അതാണ്, നമുക്കൊക്കെ വ്യക്തിപരമായിട്ട് ഓരോ ഇഷ്ടങ്ങളുണ്ടാകും ഇല്ലേ? ശരിക്കും നമുക്ക് ഓരോ കാര്യങ്ങൾക്കും നമുക്ക് വ്യക്തിപരമായിട്ട് ഓരോ ഇഷ്ടങ്ങളുണ്ടാകും. അതാണ് ഞാനും പറഞ്ഞത്. ഒരു വീട്ടിൽ തന്നെ പല പാർട്ടിയിലും പല നടന്മാരെ ഒരു വീട്ടിൽ തന്നെ രണ്ട് വിശ്വാസത്തോടെ ജീവിക്കുന്നവർ വരെ കാണും ഇല്ലേ? എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെതായ ഒരു ഇഷ്ടങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ അദ്ദേഹം വേറെ ആരെ അടിച്ചേൽപ്പിക്കാൻ വരുന്നില്ല. അദ്ദേഹം ഇഷ്ടപ്പെടുന്നതിന് മറ്റുള്ളവർക്ക് അദ്ദേഹത്തെ ഒന്നും പറയേണ്ട കാര്യങ്ങളുമില്ല. ഇതൊക്കെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ ഇപ്പോഴതും ഇത്രയും വിവരം കിട്ട മനുഷ്യരുണ്ടല്ലോ എന്ന് ചിന്തിച്ചു പോകും. ഇത് ഏത് പാർട്ടിയിൽ നിന്നാണെന്നോ ആരാണെന്നോ എന്നൊന്നും അറിയത്തില്ല. റോബിനെ ഇത്രയും മോശമാക്കി ഒരു ഭീഷണി കോള് വരെ ചെന്നിട്ടുണ്ട്. അപ്പം ചിലർക്കുണ്ട് ഭ്രാന്തമായിട്ട് ചിലതൊക്കെ ഇങ്ങ് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് അവർക്കങ്ങ് ഭയങ്കര ദേഷ്യവും ഇതും കയറും. അങ്ങനെ കാണിക്കുന്നതാണ് കൂടുതലും. കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് കേൾക്കാം. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനോ ഞാൻ വരുന്നില്ല. എന്റെ ഇഷ്ടങ്ങൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്. എന്റെ കാഴ്ചപ്പാടുകളും എന്റെ നിലപാടും അതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആരെ ഇഷ്ടപ്പെടണം, ആരെ സപ്പോർട്ട് ചെയ്യണം, ഇതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലേ? ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു റോബിൻ സംഘിയാണ്, ചാണകമാണ്, ചാണകത്തി ചവിട്ടി,
ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? അതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ലേ, ഞാൻ ആരാ ഇഷ്ടപ്പെടണമെന്ന്. ഈ സെക്കൻഡിൽ ഞാൻ പറയും, എനിക്ക് BJP എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ അംഗത്വം പോലും ഇല്ല. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നു, എനിക്ക് BJP എന്ന് പറഞ്ഞൊരു പാർട്ടിനെ ഇഷ്ടമാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ്. കാരണം പുള്ളിക്കാരൻ വൺ ഓഫ് ദി പവർഫുൾ പേഴ്സൺ ഇൻ ദി വേൾഡ് ആണ്, ഒരു പവർഫുൾ ഹ്യൂമൻ ബീയിങ് ആണ്. എനിക്ക് പുള്ളിക്കാരൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് പുള്ളിക്കാരൻ. അത് കാരണം എനിക്ക് BJP പാർട്ടിയും ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പറഞ്ഞ് ശരിയാണ് കേട്ടോ. എനിക്കും നരേന്ദ്രമോദി സാറിന് ഇഷ്ടമാണ്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴൊന്നുമല്ല, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അന്നൊക്കെ ദൂരദർശനാണ് കൂടുതലും. ഇങ്ങനെ ഈ ഏഷ്യാനെറ്റും ഒക്കെ ഒക്കെ വരുന്നതേ ഉള്ളൂ. ദൂരദർശനാണ് അന്ന് കൂടുതൽ. ദൂരദർശൻ അതിലെ വാർത്ത കാണിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇന്നും ഓർക്കുന്നു കേട്ടോ ആ ഒരു സീൻ. അതെൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു ചെറുപ്പത്തിൽ പതിഞ്ഞൊരു പതികലാണ്. അത് മാഞ്ഞിട്ടേ ഇല്ല. സഖാവ് ഇ കെ നായനാർ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുക, എനിക്ക് ഷുഗറോ അങ്ങനെ എന്തോ പ്രശ്നമാണ്, ഹോസ്പിറ്റലിൽ കിടക്കുക. അപ്പോൾ അത് കാണാനായിട്ട് നമ്മുടെ ഇ കെ നായനാരല്ല കെ കരുണാകരൻ കാണാനായിട്ട് കെ കരുണാകരൻ ചെല്ലുവാണ്. ആ ഒരു ചിരിച്ചുകൊണ്ടുള്ള ചെല്ലലും അവർ തമ്മിലുള്ള കുശലം പറച്ചിലും അതൊക്കെ ഒരു രസമായിരുന്നു കാണാനായിട്ട്. ഇന്നിപ്പോൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ? നേരെ നോക്കിയാൽ അടിയാണ് ഈ പാർട്ടിക്കാർ. എന്നാത്തിന് വേണ്ടിയാണെന്ന് എനിക്കറിയത്തില്ല. ഈ ജനങ്ങളെ സേവിക്കാനാണ് ഇവരെ അങ്ങോട്ട് വിട്ടേക്കുന്നത്. പക്ഷെങ്കിൽ ഇവർ തമ്മിൽ കിടന്ന അടിയും വൈരാഗ്യം തീർക്കലും മാത്രമാണ് നടക്കുന്നത്, ഇല്ലേ? ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു പാർട്ടി ഇതാക്കി ഞാൻ പറയുകയല്ല. ഒരു പാർട്ടിയും, എനിക്ക് യാതൊരു പാർട്ടി ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഒരു വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ നോക്കിയാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. കാര്യം ആ വ്യക്തിക്ക് ഞാൻ ഒരു വോട്ട് കൊടുത്താൽ സമൂഹത്തിന് അദ്ദേഹത്തിനെ കൊണ്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ എന്ന് നോക്കിയാണ് ഞാൻ വോട്ട് കൊടുക്കുന്നത്. അല്ലാതെ ഞാനൊരു രാഷ്ട്രീയം നോക്കി വോട്ട് കൊടുക്കത്തേ ഇല്ല. അങ്ങനെ വോട്ട് കൊടുക്കുന്നൊരു വ്യക്തിയല്ല ഞാൻ. കാര്യം ഇതിപ്പോൾ പറയുമ്പോഴത്തേക്ക് ആരും എന്നോട് എന്നെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. രാഷ്ട്രീയം നോക്കി നമ്മൾ വോട്ട് കൊടുക്കണം. അത് ഞാൻ പറഞ്ഞ ഒത്തിരി കൂടിപ്പോൾ, അതുകൊണ്ട് നിർത്തുവാണ്. രാഷ്ട്രീയത്തെ പറ്റി ഞാൻ പറയുന്നില്ല, എൻ്റെ ഒരു പേഴ്സണായിട്ടുള്ളത് പറഞ്ഞാണ്. എനിക്ക് ഒരു വ്യക്തി, ആ ഒരു വ്യക്തിക്ക് വോട്ട് കൊടുത്താൽ, അത് ഏത് പാർട്ടിയിലുള്ള ആളെന്നല്ല, ആ വ്യക്തിക്ക് നമ്മളൊരു വോട്ട് കൊടുത്താൽ ആ കൊടുക്കുന്ന വോട്ടിന് നമുക്ക് പ്രയോജനമുണ്ടോ എന്ന് നോക്കിയാണ് ഞാൻ കൊടുക്കുന്നത്. എന്നും പറഞ്ഞുകൊണ്ട് എനിക്കൊരു പാർട്ടി ഇല്ലയെന്നില്ല, പാർട്ടിയുണ്ട്. പക്ഷേ അതൊക്കെ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു പാർട്ടിയുടെ പേരും പറഞ്ഞ് ബഹളം വെച്ച് നടക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഇന്ന പാർട്ടി അല്ലെങ്കിൽ ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയിലാണെങ്കിൽ പോലും ഒരു തെറ്റാണെങ്കിൽ തെറ്റാൻ തന്നെ എനിക്ക് അംഗീകരിക്കാൻ പറ്റണം. അതായിരിക്കണം എല്ലാവർക്കും വേണ്ടത്. അല്ലാതെ ആരും പാർട്ടി ഇഷ്ടമാണെന്നും പറഞ്ഞുകൊണ്ട് എന്നാ കണ്ടാലും അനങ്ങാതിരിക്കുന്നതല്ല പാർട്ടി. ആ ഒരു വീഡിയോ ഒക്കെ ഇപ്പോഴും മനസ്സിലുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും ആ ചിരിച്ചുകൊണ്ടുള്ള ആ ഒരു കുശലം പറച്ചിലും കാര്യങ്ങളും ഒക്കെ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം പിള്ളേരാണെങ്കിൽ പോലും, വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും വൈരാഗ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ വൈരാഗ്യം എന്നതിനെന്ന് എനിക്ക് നാടിന് വേണ്ടിയാണോ ഈ വൈരാഗ്യം കാണിക്കുന്നത്? ഒരിക്കലുമല്ല. പാർട്ടിക്ക് വേണ്ടിയാണ് വൈരാഗ്യം കാണിക്കുന്നത്. നാടിന് വേണ്ടിയാണെങ്കിൽ ഒരിക്കലും നമ്മൾ വൈരാഗ്യം കാണിക്കേണ്ട കാര്യമില്ല. നല്ലത് ചെയ്തു പോവുക, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ ഞാൻ പറയും, ഞാനൊരു സംഖ്യയാണ്. എന്താ പ്രശ്നം? വല്ല കാര്യം ഉണ്ടായിരുന്നോ? കടിക്കാത്ത പട്ടിയുടെ വായി കോലിട്ട് കുത്തി കടിപ്പിച്ചതെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി ഈ റോബിൻ്റെ ലാസ്റ്റത്തെ വർത്തമാനം കേട്ടില്ലേ? സംഖ്യ അല്ലാത്തൊരു റോബിൻ ഇപ്പോൾ സംഖ്യയായി മാറി എന്ന് പറഞ്ഞു. അത് റോബിൻ്റെ ഇഷ്ടമാണ്, റോബിൻ്റെ പാർട്ടി ഇഷ്ടമാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു രാഷ്ട്രീയ നേതാവായിരുന്നു EMS നമ്പൂതിരിപ്പാട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മുടെ ഇ കെ നായനാർ എനിക്ക് ഇഷ്ടമായിരുന്നു. AK ആൻ്റണി ഇഷ്ടമായിരുന്നു. ഉമ്മൻചാണ്ടി സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കെ കരുണാകരനെ ഇഷ്ടമായിരുന്നു. ഇങ്ങനെ കുറേ പാർട്ടിയിലുള്ള നമുക്ക് ആ ഒരു അവരെയൊക്കെ നമുക്ക് അച്യുതാനന്ദനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അച്ഛമാമ നമുക്ക് ഭയങ്കര ഇഷ്ടം. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. അവരെയൊക്കെ നമുക്കൊരു പ്രത്യേക സ്നേഹവും ഇതൊക്കെ ഉള്ളതാണ്. അങ്ങനെ നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ പാർട്ടിയിലുള്ള ആൾക്കാരോട് നമുക്ക് ഇഷ്ടമുണ്ട്. അത് സ്വാഭാവികമാണ്. ഇപ്പം അങ്ങനെ ഞാൻ പറയട്ടെ, ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കേണ്ട, അവർക്ക് കൂടെ ഒന്നൊരു ഫോട്ടോ എടുക്കാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ ഞാൻ പോയി നിന്ന് എടുക്കും. ഞാനത് നോക്കത്തൊന്നുമില്ല. ഇപ്പം നരേന്ദ്രമോദി വരുന്നു, എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്ന് തോന്നി ഞാൻ എടുക്കും. അതൊക്കെ നമ്മുടെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ഇഷ്ടങ്ങളാണ്. അതിനെ ഇങ്ങനെ ചീത്ത വിളിക്കേണ്ട കാര്യമില്ല. അത് രാഷ്ട്രീയം നമ്മൾ നമുക്ക് ഒരു ഭരണാധികാരി വേണം, അതിന് രാഷ്ട്രീയം ചിന്തിക്കുക. അല്ലാതെ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം രാഷ്ട്രീയം വെച്ച് കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യങ്ങളില്ല. അതിനെല്ലാം നമ്മളൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുമ്പം അയാളുടെ രാഷ്ട്രീയമോ മതമോ അല്ലെങ്കിൽ അയാൾ ഏത് ഇതാണെന്നൊന്നും നോക്കിയിട്ടില്ല, നമ്മൾ ആ ഒരു വ്യക്തിനെയാണ് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ളപ്പോൾ ആ വ്യക്തിയെ മാത്രമായിട്ട് ഇഷ്ടപ്പെടുക ഭയങ്കര മോശമായിട്ടാണ് കേട്ടോ. നമുക്കത് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യർക്കൊക്കെ ഇത്രയും വിവരം കേട്ട മനുഷ്യരുണ്ടോ എന്ന് ചിന്തിച്ചു പോകുക. അത്രയ്ക്ക് നെഗറ്റീവ് കമൻറ്റുകളാണ് വന്നിരിക്കുന്നത്. തെറിയും കാര്യങ്ങളും, നിന്നെ ഇഷ്ടപ്പെട്ടിരുന്നു, ഈ നിമിഷം മുതൽ ഇനി നിന്നോട് എനിക്കിഷ്ടം, അങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യരോട് നമുക്ക് ഇഷ്ടം തോന്നുന്നത്. ആണോ? അങ്ങനെയാണ് ഒരു മനുഷ്യൻ, ഒരാളെ നമ്മൾ ഇഷ്ടപ്പെട്ടു, ഒരു ചെറിയൊരു കാര്യം ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത ഉടനെ നമുക്ക് അവരുടെ ഇഷ്ടം മനസ്സിലാവും. അതൊക്കെയാണോ ഇഷ്ടമെന്ന് പറയുന്നത്?
പക്ഷെ റോബിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഒരുപാട് റോബിനെ സപ്പോർട്ട് ചെയ്തവരുണ്ട്. ഇനി ഇതിനേക്കാളൊക്കെ രസം എന്നാന്ന് ചോദിച്ചാൽ, ഒരാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആ ഭീഷണിപ്പെടുത്തുന്ന ആളുടെ സംസാരം കേട്ടാണ് ഭീഷണിപ്പെടുത്താൻ വിളിക്കുന്ന ആൾ തന്നെ ഏറ്റവും വലിയ പേടിച്ചു തൂറിയാണ്. ഭയങ്കര പേടിച്ചൂറിയാണ് ആ ഭീഷണിപ്പെടുത്താൻ. നമ്മളൊന്ന് ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ കൊണ്ട് വിളിപ്പിച്ചതിൽ അവൻ ഇതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് ഭീഷണിപ്പെടുത്തിയായിരുന്നേ. അത്രയ്ക്ക് ഒരു പേടിച്ചൂറിനൊരുത്തം ഭീഷണിപ്പെടുത്താൻ വിളിച്ചേക്കുന്നത്. സ്വന്തം പേര് പറയാൻ അവന് ധൈര്യമില്ല. അവനെന്നിട്ട് പറയുന്നത് കണ്ടുപിടിച്ചോളായിരുന്നു അവനെ. റോബിനെ കണ്ടുപിടിക്കാൻ എന്നാ പാടിയിരിക്കുന്നു. വല്ല പാടുമുണ്ടോ റോബിനെ കണ്ടുപിടിക്കാനായിട്ട്? അതറിഞ്ഞേ ശകലം പോലും വിവരവും ബോധവും ഇല്ലാത്തവനൊക്കെയാണ് ഭീഷണിപ്പെടുത്താൻ വന്നേക്കുന്നത്. എന്നാൽ അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം നമുക്ക്. ഹലോ, ഇതാരാണ്? നമ്മുടെ ബൊട്ടിക്കിലെ നമ്പറിൽ വിളിച്ചല്ലോ. ആരാ ഇത്? ആണോ? ഞാനാണല്ലോ റോബിൻ. എന്താ പ്രശ്നം മോനെ, പറഞ്ഞോ. ഏത് ടീമാ വിളിക്കുന്ന? അല്ല പറഞ്ഞോ, ഏത് ടീമാ വിളിക്കുന്നതെന്ന് പറഞ്ഞോ. ബി ജെ പിയുടെ ടീമാ? ആണോ? ഓഹോ, ഓക്കെ. ഇതാരാണ്? താങ്കൾ ആരാണ്? അല്ലല്ല, പേര് പറഞ്ഞോ മോനെ. നിന്റെ പേര് പറഞ്ഞോ. എന്താ പേര് പറഞ്ഞോ? പേര് പറഞ്ഞോ. എടാ പേര് നീ പറഞ്ഞോ, പേര് പറഞ്ഞോ. നീ എന്തോ എന്റെ അടിയന്തരമാണെന്നോ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു പ്രശ്നം നിനക്ക്? അതെ, എന്തെങ്കിലും പ്രശ്നമുണ്ടാ? അല്ല, എനിക്ക് ബി ജെ പി ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? നിന്റെ അടുത്ത് ഞാൻ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ചോദിക്കാൻ വന്നോ? നീ ആരാണ്? എടാ നിന്റെ പേര് പറ മോനെ. നിന്റെ പേര് പറ. നീ എന്റെ വീടും സ്ഥലവും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. നിന്റെ പേര് പറ. എവിടെ നിന്ന്? നിന്റെ പേരും വീടും പറ. നീ എവിടെ നിന്ന്? എടാ കണ്ടുപിടി. എടാ നിന്റെ പേര് പറടാ. എന്തോ നീ എന്തോ ബൊട്ടിക്കിലെ നമ്പറിൽ വിളിച്ചിട്ട് സ്ത്രീകളുടെ അടുത്ത് ഭീഷണിപ്പെടുത്തുന്നത് എന്താണ് കാര്യം? എന്താ പ്രശ്നം നിനക്ക്? എന്തോ നീ എന്തോ മറിച്ചുള്ളതെന്ന് പറഞ്ഞ എന്റെ അടിയന്തരമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്താ നീ? എടാ പേടിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കോടാ. ഞാൻ പേടിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കോ? എന്തേ ബി ജെ പി? അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കേരളം ബി ജെ പി ഭരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ? ഓ, അത് എന്തെങ്കിലും ആവട്ടെ. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓ, സ്വപ്നം ആയിക്കോട്ടെ. സ്വപ്നം എന്തേ? സ്വപ്നത്തിന് എന്തെങ്കിലും പ്രശ്നം? സ്വപ്നം കാണുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിന്റെ പേര് നീ എവിടെന്നാ വിളിക്കുന്നത്? നീ എന്തിനു വിളിച്ചത് നീ പറ. നിന്റെ ടീമല്ല, നീ പറയടാ. ഓ തീട്ടം. ഓഹോ, അത്ര ഉള്ളടാ. നീ എന്തോ എന്നെ കട്ട് ചെയ്താ? നമസ്കാരം, ഞാൻ ഡോക്ടർ അഭിൻ അദാശൻ. സോ നിങ്ങളിപ്പോ കേട്ടത് എനിക്ക് വന്നൊരു ഭീഷണി കോളാണ്. കഴിഞ്ഞ കുറച്ചു നേരം മുന്നേ എന്റെ വൈഫിന്റെ ബൊട്ടിക്കിലെ നമ്പറിൽ വിളിച്ചിട്ട് എന്നെ ആവശ്യപ്പെട്ടു. എന്റെ സ്ഥലം എവിടെയാണ്, എന്റെ വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ഒരു ഭീഷണിയും കൂടെ. റോബിന്റെ അടിയന്തരമാണ്, അവരുടെ സൂക്ഷിച്ചോളം പറഞ്ഞു. സോ അപ്പം സ്റ്റാഫ് പാനിക്കായി എന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ വ്യക്തിനെ തിരിച്ചു വിളിച്ചതാണ് നിങ്ങളിപ്പോ കണ്ടത്. അവന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബി ജെ പിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അവന്റെ ഏതൊരു ടീമൊക്കെ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ബി ജെ പിനെ സപ്പോർട്ട് ചെയ്യും. ബി ജെ പിനെ എനിക്ക് ഇഷ്ടമാണ്. എന്റെ നിലപാടിൽ ഞാൻ അടിയുറച്ചു നിൽക്കുന്നു. ഇനി ആവശ്യമില്ലാത്ത ഒരു ഭീഷണിയോ കാര്യങ്ങളോ ഒന്നുമായിട്ട് നിങ്ങൾ എന്റെ അടുത്ത് വരണ്ട. അങ്ങനെ എന്തെങ്കിലും ഭീഷണിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ പബ്ലിക്ലി എക്സ്പോസും ചെയ്യും, നിങ്ങളെല്ലാം ലീഗലി കൊണ്ടുവരികയും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകരുതേ. നിങ്ങൾക്ക് നിങ്ങളെ വഴി, എനിക്ക് എന്റെ വഴി. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം, എനിക്ക് എന്റെ ഇഷ്ടം. ഓക്കെ, താങ്ക് യു. എത്ര ഇതായിട്ടാണ് ഭീഷണിപ്പെടുത്തുന്ന ആൾക്ക് ധൈര്യമില്ല പേര് പറയാനൊന്നും. ഇത് ഏത് പാർട്ടിയിൽ നിന്നാണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഏത് പാർട്ടിയുടെ ആണെന്ന് നമുക്ക് ഏത് പാർട്ടിയുടെ ആണെന്നോട്ട് അറിയത്തുമില്ല. അതുകൊണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പം ഇതിൻ്റെ തലപ്പത്തുള്ളവരൊന്നും ഇതൊന്നും അറിയുന്ന പോലും ഉണ്ടായിരിക്കില്ല കേട്ടോ. ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഒരു മൂല കിടക്കുന്ന ഒരു വാലായിരിക്കും ഈ പണി കാണിക്കുന്നത്. അത് മൊത്തത്തിൽ ഇത് ആരെ കാണിച്ചെടുത്തതെന്ന് അറിഞ്ഞു വരെങ്കിൽ ആ പാർട്ടിക്ക് മൊത്തമായിട്ട് ഒരു ആളിപ്പോൾ ഒരു പാർട്ടിയെ ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞിട്ട് അത്രയ്ക്ക് ഒരു ചെറിയ പാർട്ടിയാണോ ഈ വിളിച്ച ആളുടെ പാർട്ടി എന്ന് പറയുന്നത്? അത് എന്തായാലും അത് ബി ജെ പി നല്ല വിളിച്ചേക്കുന്നതെന്നറിയാം. നമുക്ക് കോൺഗ്രസിൽ നിന്നോ എൽ ഡി എഫിൽ നിന്നോ ആയിരിക്കും. ഈ രണ്ട് പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്നായിരിക്കും വിളിച്ചേക്കുന്നത്. ഈ രണ്ട് പാർട്ടിക്കാർക്കും ഈ റോബിൻ രാധാകൃഷ്ണൻ ഒന്ന് ഈ ഒരു ബി ജെ പി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീരാന്ന ബലവും സപ്പോർട്ടും ഉള്ളൂ അവരുടെ പാർട്ടിക്ക്. അത് പറഞ്ഞാൽ ഒരു ശകലം പോലും വിവരവും ബോധവും ഇല്ലാത്ത കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട്. ഒരു പണിയും കാണുകയല്ല, ഒരു തൊഴിലിനും പോകാതെ ഒരു ജോലിക്കും പോകാതെ ഈ ഒരു കാര്യം പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ വഴക്കും ബഹളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ തലപ്പത്തുള്ളവരൊക്കെ അവരവരുടേതായ കാര്യങ്ങൾ നോക്കി അവരൊക്കെ ജീവിച്ച് അവരൊക്കെ കുടുംബങ്ങളുമായിട്ട് അവരൊക്കെ പോകുന്നു. അവരുടെ മക്കളൊക്കെ നല്ല നിലയിൽ ജോലിയും ചെയ്ത്
അവരുടേതായ ഒരു മേഖല തേടി അവരുടെ മക്കളെയൊക്കെ സേഫാക്കി അവർ നിൽക്കുന്നത്. ഈ കിടക്കുന്ന വാലുകളൊക്കെയാണ് കിടന്ന് ഈ തമ്മി തല്ലി സ്വന്തം കുടുംബത്തിന് ആരുമില്ലാതായി തീരുന്നത്. രാഷ്ട്രീയമൊന്നും എൻ്റെ ഇതിനകത്ത് ഞാൻ പറയണമെന്നൊന്നും വിചാരിച്ചല്ലായിരുന്നു കേട്ടോ. കാര്യം വെച്ചാൽ റോബിനെ എനിക്കിഷ്ടമാണ്. ഞാൻ റോബിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ചെയ്തായിരുന്നു. അനുമോളുടെ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് റോബിൻ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്കുണ്ടല്ലോ ഒരു ക്ലാരിറ്റി ഉണ്ട്, അതിനൊരു വ്യക്തിത്വമുണ്ട്, അതിനൊരു വ്യക്തതയുണ്ട്. അതുകൊണ്ടുണ്ടല്ലോ നമുക്ക് ആ ഒരു മനുഷ്യനോട് നമുക്കൊരു ഇഷ്ടം തോന്നും. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാനും എടുക്കാനും ഒക്കെ ഒരു ഇഷ്ടം തോന്നും. എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല. എനിക്ക് ഇഷ്ടമാണ് ഇദ്ദേഹത്തിൻ്റെ സംസാരവും കാര്യങ്ങളും. ഇദ്ദേഹം പറയുന്നതൊക്കെ ഒരു ന്യായമുള്ള കാര്യങ്ങളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റോബിൻ്റെ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് അതിനൊന്ന് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് എനിക്കൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. എന്നാണേലും ഒരു 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടെങ്കിലും വിളിച്ച് സംസാരിപ്പിക്കായിരുന്നു. ഈ പേടിത്തൊണ്ടൻ സംസാരിക്കാതെ ഇച്ചിരി കൂടെ ഒന്ന് സ്ട്രോങ് ആയിരുന്നു. റോബിനൊരു ഇച്ചിരിയെല്ലാം ഒന്ന് പേടിച്ചായിരുന്നു. വെറുതെ കളിക്കാൻ ചെല്ലുവാണ് ഇവരുടെയൊക്കെ അടുത്ത്. റോബിൻ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നിനും പേടിക്കില്ലാത്തൊരു വ്യക്തികളാണ്. കാര്യം അവർക്കൊക്കെ ധൈര്യം ഇച്ചിരി കൂടുതലുള്ളവരാണ്. അതുകൊണ്ട് അവരുടെയൊക്കെ അടുത്ത് വെറുതെ ഇങ്ങനെ ചൊറിയാൻ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചരട്ടി പണി കിട്ടത്തേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം.